നമസ്കാരം. MSFന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ തീം സോങ്ങിൽ ഇമ്രാൻഖാന്റെ ചിത്രം. എന്താണ് നമ്മൾ വായിക്കേണ്ടതും അതിനെ മനസ്സിലാക്കേണ്ടതും? കേരളത്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗ് എന്ന സംഘടനയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള MSF അവരുടെ തീം സോങ്ങിൽ എന്തിനാണ് പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇമ്രാൻഖാന്റെ ചിത്രം ഉൾപ്പെടുത്തിയത്? കേരളത്തിൽ സംഘപരിവാറിനെ വളർത്തിയേ അടങ്ങൂ എന്ന് MSFകാർ തീരുമാനിച്ചിരിക്കുകയാണ്. സംഘപരിവാറുകാരോട് ഞങ്ങൾ കൈത്തമില്ല. തീം സോങ്ങിലൂടെ കൂടിയാണെങ്കിലും ഇന്ത്യയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള വ്യക്തിയെ അവർ അഡോപ്റ്റ് ചെയ്ത് സ്വന്തം തീം സോങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുന്ന സന്ദേശം എന്താണ്? MSF സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചാരണ ഗാനത്തിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ചിത്രം ഉപയോഗിച്ചത് വിവാദത്തിൽ. റാപ്പ് സോങ്ങിന്റെ വീഡിയോയിലാണ് ഇമ്രാൻഖാന്റെ ചിത്രം ഉപയോഗിച്ചത്. വീഡിയോയ്ക്കെതിരെ SFI രംഗത്തെത്തി. സംഘപരിവാറിന് വളരാൻ മണ്ണൊരുക്കുകയാണ് MSF എന്ന് SFI ആരോപിച്ചു. വിവാദമായതിന് പിന്നാലെ വീഡിയോ പിൻവലിച്ചു. MSFനെ സംബന്ധിക്കുന്നിടത്തോളം കേരളത്തിലെ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പല നേതാക്കന്മാരുണ്ട്. അവരുടെ ചിത്രങ്ങൾ അതിൽ ഉപയോഗിക്കാം, ഒരു തെറ്റുമില്ല. ദേശീയ നേതാക്കളെ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കാമെന്നിരിക്കെ എന്താണ് ഇമ്രാൻഖാനിൽ മുസ്ലിം ലീഗ് കണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ MSFകാർ മുസ്ലിം ലീഗിലൂടെ പഠിച്ചിരിക്കുന്ന ക്വാളിറ്റി എന്ന് ഈ നാടിനോട് വിശദീകരിക്കാൻ മുസ്ലിം ലീഗിനും ഉത്തരവാദിത്തമുണ്ട്. SFIയെ സംബന്ധിച്ചുള്ള ഏതെങ്കിലും വിവാദങ്ങൾ വരുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ ഹിന്ദു കൺസോൾട്ടേഷന് BJP ഉപയോഗിക്കാൻ പോകുന്ന ഒരു തീമാണ് ഈ പുറത്തിറക്കി കൊടുത്തിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെ സംഭവിച്ചത് അത് യാദൃച്ഛികമായി സംഭവിച്ചതാകാൻ വഴിയില്ല. കാര്യം, ഒരു വ്യക്തിയെ ഒരു തീം സോങ്ങിനകത്ത് ഉൾപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതാരാണ് അതറിയാത്ത വ്യക്തിയെ അടുത്ത് എന്തായാലും ഉൾപ്പെടുത്താറില്ലല്ലോ. അല്ലെങ്കിൽ ഈ തീം സോങ് പുറത്തിറക്കുന്നതിന് മുന്നോടിയായിട്ട് സംസ്ഥാന നേതാവായിട്ടുള്ള PK നവാസ് ഉൾപ്പെടെയുള്ളവർ ഈ വീഡിയോ കാണാതിരിക്കുകയുമില്ലല്ലോ. സ്വാഭാവികമായിട്ടും പുറത്തേക്ക് വരുമ്പോൾ ആ വിഷയം ചർച്ചയായി മാറിയിരിക്കുകയാണ്. ചർച്ചയായി മാറുമ്പോൾ അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് MSF ഉൾപ്പെടെയുള്ളവർ മതേതര നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ഇമ്രാൻഖാൻ ഉൾപ്പെടെയുള്ളവരിൽ നിങ്ങൾ എന്ത് മതേതര കാഴ്ചപ്പാടാണ് കണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കാനും നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഈ അടുത്ത കാലത്ത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വർഗീയതയ്ക്കെതിരെ എങ്ങനെയാണോ ലീഗ് നേതാക്കന്മാർ പ്രതികരിച്ചിരുന്നത്, ആ ഗ്രാവിറ്റിയിൽ തന്നെ വെള്ളാപ്പള്ളി നടേശൻ വർഗീയത പറഞ്ഞാൽ വിമർശിക്കപ്പെടും പോലെ തന്നെ ലീഗ് നേതാക്കന്മാർ അവരുടെ ആശയങ്ങളിലൂടെ ഏതെങ്കിലുമൊക്കെ വർഗീയ നിലപാട് സ്വീകരിക്കുന്നവരെ, അല്ലെങ്കിൽ പാകിസ്ഥാൻ പോലൊരു രാജ്യത്തെ ഒരു പ്രധാനമന്ത്രിയുടെ ക്വാളിറ്റിയായി കണ്ടത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കാനും, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അത്തരം വർഗീയ ചിന്തകൾ ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് ഈ നാട്ടിൽ BJPക്കാർ ഹിന്ദു വിഭാഗക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്കതിന് തടയിടാൻ കഴിയുക? ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത കാലഘട്ടത്തിൽ യാദൃശികമായി സംഭവിച്ച ഒരു തെറ്റായിട്ട് അതിനെ കാണാൻ പറ്റില്ല. ഇത് പുറത്തേക്ക് വന്നാൽ ഉണ്ടാകാൻ പോകുന്ന വിവാദം എന്താണെന്ന് തിരിച്ചറിയാഞ്ഞിട്ടുമല്ല. അപ്പോൾ എങ്ങനെയും കേരളത്തിൽ സംഘപരിവാറുകാർ വളരണമെന്ന ആഗ്രഹം മുസ്ലിം ലീഗിനുമുണ്ട്, മുസ്ലിം ലീഗിന്റെ കുട്ടി ലീഗുകാർക്കുമുണ്ട് എന്നതിന്റെ തെളിവാണ് ഇങ്ങനെ ഒരു കാര്യം MSFന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് MSF നേതാക്കന്മാരോ അല്ല, അല്ലെങ്കിൽ ലീഗ് നേതാക്കന്മാരോ അല്ലാത്ത പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രിയും ജയിലിലടയ്ക്കപ്പെട്ട വ്യക്തിയുമായിട്ടുള്ള ഇമ്രാൻഖാന്റെ ചിത്രം തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ലീഗുകാർ ഇമ്രാൻഖാനെ ആരാധിക്കുന്നുണ്ടോ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും പ്രസക്തമാവുകയാണ്. അങ്ങനെ ഒരു ചിത്രം കയറിക്കൂടിയതിലൂടെ എന്താണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്ന സന്ദേശമെന്നും ഇതിലൂടെ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് ഈ നാടിലെ മതേതര മനസ്സുകളോട് വിശദീകരിക്കാൻ ലീഗ് നേതാക്കന്മാർക്ക് കൂടി ഉത്തരവാദിത്തമുണ്ടെന്ന് പറയേണ്ടി വരികയാണ്.